പ്രൈസ് ദി ലോർഡ്. ദൂരത്തും ചാരത്തും ദേശത്തും വിദേശത്തും ഒക്കെയുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 119 സങ്കീർത്തനം എൻ്റെ 50 വാക്യം. നിൻ്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് എൻ്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു തിരുവെഴുത്താണ്. നിൻ്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് സങ്കീർത്തനക്കാരൻ്റെ കഷ്ടതയിൽ വളരെ ആശ്വാസമാകുന്നു. അതേ സ്നേഹിത, ഈ ദൈവവചനം വായിച്ചപ്പോൾ എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് ഞാനൊന്ന് കടന്നു പോവുകയാണ്. ഏകദേശം 2000 വർഷങ്ങളിൽ വളരെ മദ്യത്തിനും മയക്കുമരുന്നിനും പാൻമസാലകൾക്കും ലഹരിക്കുമൊക്കെ അടിമപ്പെട്ട് ഒരുപാട് ക്രിമിനൽ കേസുകളകപ്പെട്ട് ജീവിതം തന്നെ മടുത്ത് മരണത്തിന് വിധിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. സ്വന്തം നാട് വിട്ട് ഓടിപ്പോകേണ്ട സാഹചര്യം വന്നു. ഒരു സമാധാനമില്ലാതെ ജീവിതം മടുത്തു, ഇനി വേണ്ട എന്നൊക്കെ ചിന്തിച്ചിരുന്ന സമയങ്ങളിലാണ് ഒരു സത്യവേദ പുസ്തകം എൻ്റെ കിട്ടുന്നത്. ആ വചനം ഞാൻ പലതവണ ആവർത്തിച്ച് വായിച്ചപ്പോഴാണ് എന്നെ ജീവിച്ചിരിക്കുവാൻ അനുവദിക്കുന്ന ഒരു ദൈവവചനമുണ്ട്. എൻ്റെ കഷ്ടതയിൽ ഈ വചനം ആശ്വാസമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ ഞാൻ ആ വചനത്തെ വീണ്ടും ആവർത്തിച്ച് വായിച്ചപ്പോഴാണ് എനിക്ക് ആശ്വാസം നൽകുവാൻ ഈ ദൈവവചനത്തിന് കഴിയുമെന്നുള്ള ദൃഢവിശ്വാസം എൻ്റെ ഉള്ളിൽ വന്നതും അങ്ങനെ ഞാൻ ജീവിക്കാനൊരു തീരുമാനമെടുത്തു. ഹല്ലേലൂയ. അതാണ് ഞാൻ ഇന്ന് പകൽ നിങ്ങളോട് ഈ ദൈവവചനം പങ്കുവെക്കാൻ കാരണമായത്. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ കടന്നു വരും, പ്രശ്നങ്ങൾ കടന്നു വരും. അങ്ങനെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും കടന്നു വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തകർത്ത് കളയാതെ ആ പ്രതിവിധികളെ നിങ്ങൾ എങ്ങനെ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം, കഷ്ടതയെ എങ്ങനെ നിങ്ങൾക്ക് അതിജീവിക്കാം എന്നുള്ളതിനെക്കുറിച്ച് വലിയ തീരുമാനമെത്തണം. ആ തീരുമാനത്തിലെത്തണം. അങ്ങനെ നിങ്ങളൊരു തീരുമാനത്തിലെത്തുകയാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് ഭൂമിയിൽ ജീവിക്കാൻ തന്ന അവസരങ്ങൾ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല. ഞാൻ പണ്ടേ ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ എൻ്റെ ജീവിതം തകർന്ന് തരിപ്പണമായി ഞാൻ നരകത്തിൽ നരകയാതന അനുഭവിക്കേണ്ട വ്യക്തിയാണ്. പക്ഷേ ഈ തിരുവേഴി തന്നെ ശക്തിപ്പെടുത്തി എന്നുള്ളതാണ്. ഈ വചനം എന്നെ ജീവിച്ചിരിക്കുവാൻ അനുവദിച്ചു. എൻ്റെ കഷ്ടതയിൽ ഈ വചനം എനിക്ക് ആശ്വാസമായി മാറി. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, ഞാൻ പറയട്ടെ, നിൻ്റെ കഷ്ടതയിൽ ഈ വചനം നിനക്ക് ആശ്വാസമാണ് കേട്ടോ. ഹല്ലേലൂയ. നീ കടന്നു പോകുന്ന പ്രതികൂലങ്ങൾ ഏതായിരുന്നാലും ആ പ്രതികൂലത്തിൽ നിന്ന് അതിജീവിക്കുവാൻ ഈ വചനം നിന്നെ സഹായിക്കും. നിങ്ങൾ ഒരുപാട് കഷ്ടതയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ്. പുറത്താരോടും പറയാൻ കഴിയാതെ മനസ്സുകൊണ്ട് തകർന്ന ജീവിതം നിരാശയുടെ കടന്നു പോകുന്ന യുവതിയുവാക്കന്മാരോട്, യൗവനക്കാരോട്, മാതാപിതാക്കളോട് പറയട്ടെ, കഷ്ടത കടന്നു വരുമ്പോൾ നിങ്ങൾ ഒരിക്കലും തളരരുത്. കഷ്ടത എന്ന് പറയുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ ദൈവം വെച്ചിരിക്കുന്ന ഒരു വരം കൂടെ. അതിനെ നമ്മൾ തരണം ചെയ്ത് ജീവിക്കുമ്പോഴാണ് നമുക്ക് ജീവിതം സന്തോഷകരമായി കൊണ്ടുപോകാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽ നിങ്ങൾ ഏത് കഷ്ടതയിലാണോ നിങ്ങളായിരിക്കുന്നത്, ആ കഷ്ടതയെ നിങ്ങൾ സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് കർത്താവിനോട് നിങ്ങൾ പറയണം, കർത്താവ്, ഈ വചനം ജീവിച്ചിരിക്കുവാൻ ഏറ്റവും അതിശക്തമായതാണ്. എൻ്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസം നൽകുന്നതാണ്. ഞാൻ ഈ വചനം ഇങ്ങനെ കേൾക്കുമ്പോൾ ഈ വചനത്തിലൂടെ എൻ്റെ കഷ്ടതയ്ക്കൊരു ആശ്വാസം തരണമെന്ന് നിങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നീ അനുഭവിക്കുന്ന ഏത് കഷ്ടതയിൽ നിന്നും ദൈവം നിങ്ങളെ വിടുവിക്കും. അപ്പം മനുഷ്യൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ കഷ്ടത കൊണ്ട് നിറഞ്ഞതാണ്. കഷ്ടതയില്ലാത്ത ഒരു വ്യക്തി പോലും ഈ ഭൂമിയിലില്ല. നമുക്കറിയാം, വഴിയോരത്ത് കിടക്കുന്ന യാചകന്മാരടക്കം, നമുക്കറിയാം, പുറലോകമായി യാതൊരു ബന്ധമില്ലാത്ത ദ്വീപുകളിലും ആദിവാസി മേഖലയിലും ട്രൈബൽ മേഖലയിലും ഒക്കെ വനാന്തരങ്ങളിലൊക്കെയുള്ള ഒരുപാട് ആളുകളുണ്ട്. കുടിലോട്ട് കൊട്ടാരം വരെ പാർക്കുന്നവരുണ്ട്. എല്ലാവർക്കും കഷ്ടതയുണ്ട്. പക്ഷേ ഈ കഷ്ടത വരുമ്പോൾ എല്ലാവരും മരണത്തിന് ഒരുങ്ങുകയാണെങ്കിൽ ഈ ഭൂമി മനുഷ്യൻ വല്ലതും കാണുമായിരുന്നു? ഒരിക്കലും കാണത്തില്ല. പക്ഷേ കഷ്ടതയെ അതിജീവിക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം തൻ്റെ വാമൊഴിയായി നൽകിയിരുന്ന വചനം മോശയിലൂടെ പ്രമാണമാക്കി മാറ്റി ഈ കാലഘട്ടത്തിൽ അത് സത്യവേദപുസ്തകമാക്കി നമ്മുടെ കരങ്ങളിൽ തന്നിരിക്കുക. നിങ്ങൾ ഈ വചനം വല്ലപ്പോഴും ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. നിങ്ങൾ പേര് മാറാനോ മതം മാറാനോ ജാതി മാറാനോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. നമുക്കൊരാശ്വാസം കണ്ടെത്തണം. ഹല്ലേലൂയ. ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ ഏറ്റവും വലിയ ദാനങ്ങൾ ഒന്നാണ് ഈ ആശ്വാസം എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ദാനം എന്താണ്? ആശ്വാസമാണ്. ഒരുപാട് ദാനങ്ങൾ കാണാൻ കഴിയും, പക്ഷേ ആശ്വാസം എന്ന ദാനത്തോളം വിലപ്പെട്ട ദാനം മറ്റൊന്നുമില്ല. ഈ ആശ്വാസം എന്ന ദാനം എന്ന് പറയുന്നത് ദൈവം തരുന്നത്, അത് ദൈവത്തിൽ നമ്മൾ പ്രാപിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ മനസ്സ് വെക്കണം. ഹല്ലേലൂയ. അപ്പോൾ ആശ്വാസം നൽകുന്ന ഒന്നാണ് ദൈവവചനം. ഹല്ലേലൂയ. അതാണ് ദാവീദ് രാജാവ് പറഞ്ഞത്, അല്ലെങ്കിൽ സംഗീതനക്കാരൻ
ഈ പറയുന്നത്, നിൻ്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് എൻ്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമായി. ഹല്ലേലൂയ. മക്കളെ, ഇസ്രായേൽ ജനം 430 വർഷത്തോളം ഈജിപ്തിൽ അഥവാ മിസ്രൈമിൽ അടിമകളായി ജീവിച്ചു. ദൈവം അവരെ നോക്കി അവരെ മിസ്രൈമിൽ നിന്ന് വിടുവിക്കുവാൻ തീരുമാനിച്ചു. മിസ്രൈമിലെ കഷ്ടതയിൽ നിന്ന് കനാന്യർ, ഹിത്യർ, അമോനിയർ, പെരിസ്യർ, ഹിവിയർ, യെബൂസ്യർ എന്നിവരുടെ ദേശത്തേക്ക്, അല്ലെങ്കിൽ പാലും തേനും ഒഴുകുന്ന ആ ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പുറപ്പാട് പുസ്തകം 3:17 വായിച്ചാൽ കാണാൻ കഴിയും. അപ്പം മിസ്രൈമിൽ അടിമകളായിരുന്ന ആ ജനത്തെ അവിടുന്ന് വിടുവിക്കുവാൻ മനസ്സ് തോന്നി അവരെ അവിടുന്ന് വിടുവിച്ച് അവർക്ക് ആശ്വാസം കൊടുത്ത ദൈവം. മിസ്രൈമിൽ അടിമനുഖം, അടിമവേല, ഇസ്രായേൽ മക്കളിൽ പലരും മരിച്ചു വീഴുന്ന കാഴ്ച മനം നൊന്ന് കണ്ണുനീരോടെ കണ്ട് അവർ ജീവിതം വഴിമുട്ടിയപ്പോഴാണ് ദൈവം അവരെ വിടുവിച്ചത്. ദൈവരെ വിടുവിച്ച് എന്താണ് ചെയ്തത്? പാലും തേനും ഒഴുകുന്ന ആ ദേശത്തേക്ക് കൊണ്ടുവരിക. അതെ, ഇന്ന് പകൽ ഞാൻ ഈ ദൈവവചനം പറയുമ്പോൾ ദൈവം നിങ്ങളുടെ കഷ്ടതയിൽ നിങ്ങളെ വിടുവിച്ച് നിങ്ങൾക്കെതിരെ വ്യാപരിക്കുന്ന ഒരുപാട് പൈശാചിക മണ്ഡലങ്ങളുണ്ട്. അതിൽ നിന്നൊക്കെയും ദൈവം നിന്നെ വിടുവിച്ചിട്ട് പാലും തേനും ഒഴുകുന്ന ഒരു ദേശത്തേക്ക് ദൈവം നിന്നെ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി വേദനയോടെ, ദുഃഖത്തോടെ, കണ്ണുനീരോടെ നീ ആയിരിക്കുന്ന സാഹചര്യങ്ങൾ ദൈവം നിന്നെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുക. അപ്പം ദൈവം വാഗ്ദാനം ചെയ്ത പ്രകാരം ഇസ്രായേൽ ജനങ്ങളെ കനാൻ ദേശത്തേക്ക് കൊണ്ടുവന്ന് ഹല്ലേലൂയ പാലും തേനും ഒഴുകുന്ന ആ വലിയ സമൃദ്ധിയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നു. അത് നമുക്കറിയാം, ദൈവം നമ്മെ വിളിച്ച് വേദനിച്ച് ദൈവം നമ്മെ നടത്തുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധിയുടെ അനുഭവമായിരിക്കും. ഹല്ലേലൂയ. അപ്പം നിങ്ങൾ ചോദിക്കും, കഷ്ടതയുള്ളവരുണ്ടല്ലോ എന്ന്. അതെ, നമ്മൾ ഈ ജഡത്തിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എല്ലാ മനുഷ്യർക്കുമുള്ള കഷ്ടതയുണ്ട്. പക്ഷേ എങ്കിലും ഈ വചനം നമുക്ക് തരുന്നത് കൊണ്ട്, വചനം നമ്മൾ ജീവൻ തരുന്നതുകൊണ്ട് നമ്മൾ ആ മരണകരമായ അനുഭവത്തെ നമുക്ക് ജയിക്കാൻ കഴിയും. ചില ആളുകളെ കണ്ടിട്ടില്ലേ, കഷ്ടത കടന്നു വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ കഴിയാതെ, അതിൻ്റെ ഒരു പ്രതിവിധി കണ്ടെത്താൻ കഴിയാതെ അതിൻ്റെ നടുവിൽ അവർ തളർന്ന് പെട്ടെന്ന് പോയി ആത്മഹത്യ ചെയ്യുന്നത്. അങ്ങനെ ആത്മഹത്യ ചെയ്തുകൊണ്ട് ഒരു പ്രയോജനമില്ല കേട്ടോ. ആത്മഹത്യ ചെയ്യുന്ന ആത്മാവൊക്കെ ശപിക്കപ്പെട്ട ആത്മാവാണ്. അത് നിത്യനരകത്തിലേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് ഒരിക്കലും മോചനം നേടാൻ കഴിയത്തില്ല. ഈ ഭൂമിയിൽ എത്രമാത്രം കഷ്ടത അനുഭവിച്ചോ അതിനേക്കാൾ എത്രയോ മടങ്ങ് കഷ്ടതയാണ് നരകത്തിൽ അനുഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രയത്നിക്കുക, ഞാൻ അങ്ങനെ എൻ്റെ ജീവിതം ഒടുക്കിക്കളയാൻ തീരുമാനിച്ചൊരു വ്യക്തിയാണ്. അതിൽ നിന്നാണ് ദൈവം എനിക്കൊരു വിടുതൽ തന്നത് കേട്ടോ. അപ്പം സങ്കീർത്തനം 41:1 വായിക്കുന്നുണ്ട്, എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. അതേ പ്രിയരെ, മിസ്രൈമിൽ കിടന്ന ജനത്തെ വിടുവിച്ച് കൊണ്ടുവരുവാൻ എളിയവരെ ആദരിച്ച ആ കർത്താവ് ഈ കാലഘട്ടത്തിലും നിന്നെ ആദരിക്കുകയും നിന്നെ വിടുവിക്കുകയും നിന്നെ ശക്തീകരിക്കുകയും ചെയ്യും. നിൻ്റെ എല്ലാ പ്രതികൂലങ്ങളെയും കർത്താവ് മാറ്റിത്തരും കേട്ടോ. ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിലും ദുഃഖങ്ങൾ എങ്ങനെ അതിജീവിക്കാം എന്നുള്ളതിനെക്കുറിച്ച് തിരിച്ചറിവുണ്ടാകണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു ബോധ്യമുണ്ടായിരിക്കണം. ആയിരക്കണക്കിന് സംഭവങ്ങളെ നിങ്ങൾ ഒരുപക്ഷെ കണ്ടു കാണും. എന്നാൽ അതിൻ്റെ നടുവിൽ മനോവ്യസനത്തോടെ ഇരിക്കുന്ന നിങ്ങൾക്ക് അതിനെ അതിജീവിക്കുവാൻ ദൈവവചനം ഏറ്റവും പ്രയോജനമാണ്. സദൃശവാക്യം 12:25 വായിക്കുന്നത്, മനോവ്യസന ഹേതുവായി മനുഷ്യൻ്റെ മനസ്സിടിയുന്നു, ഒരു നല്ല വാക്കോ അതിനെ സന്തോഷിപ്പിക്കുന്നുവെന്ന്. അതേ, മനോവ്യസനം എന്ന് പറയുന്നത് വളരെ ഭാരപ്പെട്ടതാണ്. അതിൽ നിന്ന് ദൈവം നിങ്ങൾക്കൊരു മോചനം നൽകാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ അതിനുവേണ്ടി തയ്യാറാകണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ജീവിതത്തിൽ തളർന്നിരിക്കുന്ന, മരണത്തെ മാത്രം മുഖാമുഖം കണ്ടിരിക്കുന്ന ചില ജീവിതങ്ങൾക്ക് ഈ വചനം ജീവൻ നൽകാൻ പോവുകയാണ്. കണ്ണുകളടച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, സങ്കീർത്തനക്കാരൻ പറഞ്ഞ് നിൻ്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് കഷ്ടതയിൽ എനിക്ക് ആശ്വാസമായി. ലോകമുമ്പോഴുള്ള ജനം കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ ഈ വചനവർക്ക് ജീവൻ നൽകി, ആശ്വാസം നൽകി, അവിടെ കഷ്ടതയിൽ നിന്ന് വിടിവിച്ച് സമാധാനത്തിലേക്ക് ദൈവം കൊണ്ടുവരണമേ. ഈ ലോകത്തിൻ്റെ പാപചിന്തകൾ വീണ്ടും നഷ്ടപ്പെട്ടു പോകാതെ ഒരു മടങ്ങി ഒരു ആശ്വാസം കൊടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.